ഈ പ്രപഞ്ചത്തിൽ നാം തനിച്ചാണ്. കാലാകാലങ്ങളായി മനുഷ്യനെ ആകർഷിക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ സയൻസിന്റെ വിശ്വാസത്തിന്റെ ഒരു കണ്ണുകളിലൂടെ നോക്കിക്കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളും എനിക്ക് തോന്നിയ കുറച്ച് ചോദ്യങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സയൻസിന്റെ കൂട്ടുപിടിച്ച് ഈ അനുഗ്രഹ ജീവിതത്തിന്റെയും അതിന്റെ നാഗരികതയെ പറ്റിയൊക്കെ ചിന്തിച്ചു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ എർത്ത് മാത്രമല്ല ഒരു പ്ലാനറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഗാലക്സിയിൽ തന്നെ എത്രത്തോളം പ്ലാനറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മിൽക്കി വേ മാത്രമാണോ ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ട്രില്യൺ കണക്കിന് ഗാലക്സീസും ട്രില്യൺ കണക്കിന് പ്ലാനറ്റ്സും ഇല്ലായോ? അപ്പൊ അതിൽ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നിലെങ്കിലും ഒരു ജീവിവർഗമെങ്കിലും കാണത്തില്ലായോ? വലിയ വലിയ ജീവികളെ കണ്ടെത്തണമെന്നില്ല, ഒരു ചെറിയ ബാക്ടീരിയ കണ്ടെത്തിയാൽ പോലും അതൊരു എക്സ്ട്രാ സിവിലൈസേഷൻ തന്നെ അല്ലായോ? അപ്പം അങ്ങനെ ഒരു അന്യഗ്രഹ ജീവിതം വളർന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യരെക്കാട്ടി ഡെവലപ്ഡ് ആയിരിക്കും. മനുഷ്യരെക്കാട്ടി ഡെവലപ്ഡ് ആണെങ്കിൽ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. പിന്നുള്ളൊരു ചാൻസ് വെച്ച് കഴിഞ്ഞാൽ അവര് അന്യഗ്രഹ ജീവികൾ നമ്മളെ കണ്ടെത്തിയിട്ടുണ്ട്, അവർ നമ്മളെക്കാട്ടി ഡെവലപ്ഡ് ആണ്. എന്നിരുന്നാലും നമ്മുടെ ജീവിത രീതിയെ പറ്റി പഠിക്കാനായിട്ടും എല്ലാമായിട്ട് അവരെന്തോ ചെയ്ത് അവർക്ക് ഇൻവിസിബിൾ ആവാനുള്ള പവർ ഉണ്ടെന്നിരിക്കട്ടെ. ഇത്രയും ഡെവലപ്പ് ആയ ആളുകളല്ലേ. അപ്പൊ അന്യഗ്രഹ ജീവികൾക്ക് ഇൻവിസിബിൾ ആവാനുള്ള പവർ ഉണ്ട്. അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഇപ്പോഴും ജസ്റ്റ് എന്റെ ഇമാജിനേഷൻ ആണ്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളൊക്കെ പറ്റി പഠിക്കുന്നുണ്ട്. നമുക്ക് ഓരോ മേഖലകളിലും ഇപ്പൊ സയൻസ് മേഖലയിലും എല്ലാത്തിനും നമുക്ക് വേണ്ട ഹെൽപ്പുകൾ അവർ നമ്മുടെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ഇല്ലുമിനാറ്റി ഒക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ പൂർവികരായ മനുഷ്യര് ചിലപ്പം ഏലിയൻസിനെ നേരത്തെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ കണ്ടുമുട്ടിയ അതിലൂടെ ആയിരിക്കും നമ്മൾ ഈ കാണുന്ന ഒരുപാട് കുറച്ച് ചിത്രങ്ങളും പിരമിഡിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളും നമ്മുടെ ഈ അക്കന്തളികളുടെയും ഇവിടെയൊക്കെ ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ടെന്നും ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ആ പൂർവികര് എന്ത് ഉദ്ദേശത്തിലാണ് ഈ ഒരു വരച്ചത്? ഈ കാര്യം കണ്ടെങ്കിൽ മാത്രമല്ല അന്ന് അവിടെ കൊത്തുപണിയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പൊ അത് അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷെ ഈ ഏലിയൻസിന് ആ സമയത്ത് ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു പവറും കൂടി ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. ആ ഒരു പവർ വെച്ച് ആ ഏലിയൻസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടായിരുന്ന ആളുകളെ കണക്ഷൻ എത്തുന്ന സാഹചര്യത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചൊരു ഉണ്ടാക്കിയതിനു ശേഷം അവരായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞതാണെങ്കിലും ഇതിനൊരു ചാൻസ് ഇല്ലായോ? ഇതാ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവൻ എന്ത് തേങ്ങയായി പറയുന്നത്. പക്ഷെ എനിക്ക് ചിന്തിച്ചപ്പോൾ തോന്നിയ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഇത് കണക്കിന് ടൈം ട്രാവലിനുള്ള ശക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ ഇത് കണക്കിന് ഭൂമിയിലേക്ക് ആദ്യം നമ്മളായിട്ട് ഇടപഴകുന്നു, അതിനുശേഷമാണ് ടൈം ട്രാവലിന്റെ പവർ കണ്ടുപിടിച്ച ശേഷം അവർ ആ നമ്മളോട് സംസാരിക്കാൻ വന്ന സാഹചര്യം ഒരു മറ്റൊരു രീതിയിലേക്ക് മാറ്റിയെടുക്കുകയും ചെയ്തു. പക്ഷെ അവർക്ക് എന്താ പറ്റുക, അവിടെ ചെയ്ത കൊത്തുപണികളെ പറ്റി ഇവർക്ക് നേരത്തെ അറിവുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടായിരിക്കും ആ ഒരു കൊത്തുപണികളും ചുമർ ചിത്രങ്ങളും ഇപ്പോഴും പിരമിഡിലും ഒരുപാട് ഗുഹ ചിത്രങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് എന്റെ കുറച്ച് ഊഹാപോഹങ്ങളും സംശയങ്ങളും ഒക്കെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ പ്രപഞ്ചത്തിൽ ഏലിയൻസ് ഉണ്ടായിരിക്കും? ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.